എങ്ങനെ ആദിയില്ലാതിരിക്കും? അത്രയ്ക്ക് സ്നേഹിച്ചതല്ലേ മോളെ മർമ്മ സാറേ. അവരൊക്കെ ഇങ്ങനെ ചതിക്കുമെന്ന് നമ്മൾ കരുതിയോ? ചതിച്ചതൊന്നും അല്ലടി, സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതല്ലേ. എന്നാലേ എനിക്ക് തോന്നുന്നുണ്ടെങ്കിലോ? മോള് പറ. ദീപു തൽക്കാലം കേക്കണ്ട. അമ്മ വാ. ഇങ്ങനെ വേണം, എപ്പോഴും വളരെ ആക്റ്റീവ് ആയിരിക്കണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലിയിൽ ഏർപ്പെട്ടാ നമ്മുടെ എല്ലാ മൂഡൗട്ടുകളും മാറും. അച്ഛനിപ്പോ വളരെ ഹാപ്പിയാ. എല്ലാ കാര്യങ്ങളും അച്ഛനോട് തുറന്നു പറഞ്ഞാലോ? പറയാം. ഞാനും നീ ഇപ്പോ വല്ലാത്ത മാനസികാവസ്ഥയിലൂടെ കടന്നു വന്നത്. ഈ സിറ്റുവേഷനിൽ എന്നോടൊപ്പം നിന്ന് എന്നെ സഹായിക്കുന്നതിന് ഒരുപാട് താങ്ക്സ്. ദീപു എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ? ഞങ്ങള് പറയുന്ന കേൾക്കാൻ നിൽക്കാതെ. അമ്മായി അമ്മയും മരുമകളും കൂടി നടത്തുന്ന ഗൂഢാലോചനയൊക്കെ പാവപ്പെട്ട ഞാനെന്തിനാ ചെവിക്കൊള്ളുന്നേന്ന് തോന്നി. ഒരു പാവപ്പെട്ടവൻ, ഒന്നും അറിയാൻ പാടില്ലാത്തൊരു നിഷ്കളങ്കൻ. ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമായി. എന്താ ദീപു? നാടൻ പെണ്ണ് ഞങ്ങളുടെ ലെവലിലേക്ക് വരുന്നുണ്ടല്ലോ. തന്ത്രം, കുതന്ത്രം, കുതികാലുവെട്ട്, പാരവയ്പ്, ചതി. എന്റെ അമ്മയുടെ കൂടെ ജീവിക്കണമെങ്കിലേ ഇതിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ വക കലകളില് നമ്പർ 1 നിന്റെ അച്ഛൻ പിള്ളയച്ഛൻ. തരികിട വേലകളൊക്കെ പഠിക്കണമെങ്കിലേ അയാളുടെ യൂണിവേഴ്സിറ്റി പോയി പഠിക്കണം. ആ പിള്ളയച്ഛന്റെ മോളെന്താ ഇങ്ങനെ ആയിപ്പോയത്? ഞാനൊരു പാവല്ലേ ദീപു? നീ അത്രയ്ക്ക് പാവമൊന്നല്ലെന്ന് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലായി. ഇനി അതൊന്നും കുത്തിപ്പൊക്കി ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ. അല്ല, നീ എന്ത് ബുദ്ധിയാ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തത്? അതെന്റെ ഈ തലച്ചോറിൽ ഉദിച്ച ഒരു ചെറിയ ബുദ്ധിയാ. ഓ, നിന്റെ തലച്ചോറത്ര നിസാരമൊന്നും അല്ല. ബുദ്ധിയുടെ കാര്യത്തില് നീ മോശക്കാരിയല്ല. അല്ല, അതൊക്കെ പോട്ടെ, അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത പ്ലാൻ എന്താ? റോഡിൽ ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അത് വല്യമാവന്റെ അവളുടെയും പെടലേക്ക് വെക്കുക. എങ്ങനെയുണ്ട്? അയ്യേ, ഇതാണോ നിന്റെ ബുദ്ധി? നീ ആ പിള്ളേച്ചനുണ്ടായ സന്തതി തന്നെയാണോ റോഡിലെ ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ അയാളെ പെടുത്താന്ന്? അയാള് 4 തവണകളിലായി 20 കൊല്ലം മിനിസ്റ്റർ ആയിരുന്ന ആളാ. അയാൾ ഇതിന്നൊക്കെ ഈസി ആയിട്ട് ഊരിപ്പോരും. നിന്റെ തല വെയിലത്തൊന്നും കാണിക്കല്ലേ. ആക്സിഡന്റ്. അച്ഛാ, നമുക്ക് ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. കൊണ്ടുപോവാം മോളെ. പക്ഷെ ഇവരെ വണ്ടി കയറ്റാൻ ആരാ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നേ? ഹലോ, ഒന്ന് നിർത്തണേ. ആരോ ഇടിച്ചിട്ടിട്ട് പോയതാ.
ഇവരെ കാറിലോട്ടൊന്ന് കയറ്റാൻ സാധിച്ചിരുന്നെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാനെ. സാറ് വയ്ക്കോ, എന്തായാലും മോള് കൂടെയുള്ളതല്ലേ. പോയിക്കോ, ഞങ്ങൾ ഇവരെ കൊണ്ടുപോയിക്കോളാം. സാറ് വയ്ക്കോ. സാർ വയ്ക്കോ. ഉറപ്പാണല്ലോ? ആ ഉറപ്പാ സാർ. മോള് വാ. വാ. അച്ഛാ, അവർക്ക് എന്തെങ്കിലും സംഭവിക്കോ? അറിയില്ല മോളെ, കുറച്ച് സീരിയസാ കണ്ടിട്ട്. നീ എന്തൊരു ആലോചിച്ചോണ്ടിരിക്കണേ? ഞാൻ നമ്മുടെ മോന്റെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഒരു സമാധാനം കിട്ടുന്നില്ല വേണുവേട്ടാ. 2-3 ദിവസം കൊണ്ട് എന്റെ കൊച്ചു ക്ഷീണിച്ച് പകുതിയായിപ്പോയി. ആദി കൊണ്ടാടി. എങ്ങനെ ആദി ഇല്ലാതിരിക്കും? അത്രയ്ക്ക് സ്നേഹിച്ചതല്ലേ മോളെ മർമ്മ സാറേ. അവരൊക്കെ ഇങ്ങനെ ചതിക്കും നമ്മൾ കരുതിയോ? ചതിച്ചതൊന്നും അല്ലടി, സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതല്ലേ. വേണുവേട്ടൻ എപ്പോഴും നിർത്തരാതെ നമുക്ക് ഈ സംസാരം ഒഴിവാക്കാം. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമ്മളതൊക്കെ പറഞ്ഞ് വിഷമിക്കുകയും വഴക്കൂടുകയൊക്കെ ചെയ്യുന്ന എന്തിനാ? എടീ, നിന്റെ മോള് ജനാലയ്ക്ക് വന്ന് ഒളിഞ്ഞു നോക്കണ്ട്. ആഹാ, ഇപ്പൊ എന്റെ മാത്രം മോളായോ? പണ്ട് അങ്ങനെയായിരുന്നില്ലല്ലോ. അതിപ്പോ പിള്ളേരെന്ത് കാണിച്ചാലും അവരോട് നമുക്കങ്ങനെ തിരിച്ചു കാണിക്കാൻ പറ്റൂടി. ആ, സ്നേഹത്തിന്റെ അളവും തൂക്കവും കുറയ്ക്കാൻ പറ്റുമോ? ആ, എടി പൊന്നോളെ, നീങ്ങ് വാ. നിനക്ക് തരാനത് ഞങ്ങൾ തരാം. വാ. മക്കൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന മാതാപിതാക്കളല്ലടി ഞങ്ങള്. ആ, മക്കൾക്കൊക്കെ എല്ലാത്തിനും കണക്കുണ്ട്. അവർക്ക് മാതാപിതാക്കള് കൊടുക്കുന്നതിന് മാത്രം കണക്കില്ല. ജയേട്ടൻ ഷെയർ ചോദിച്ചതിന് ഞാൻ നിരപരാധിയാച്ച. അയ്യാ, അതിനൊന്നും ഞങ്ങളൊന്നും പറയുന്നില്ല, പറയത്തുമില്ല. ഞങ്ങൾ വേണ്ട എന്താന്ന് വെച്ചാ ചെയ്യാം. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചാ മതി. ഞാൻ നിന്നോട് സംസാരിച്ചതിന് ശേഷം 1-2 ബ്രോക്കർമാരെ കണ്ടു. കൊള്ളാവെന്ന് പറയാവുന്നത് ആ രാമകൃഷ്ണ. നീ അറിയോനെ? സെന്റിന് 3 ലക്ഷം ഇവിടുത്തെ ലാൻഡ് വാല്യൂ.